ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോഡ്. മക്കളെ, നമ്മുടെ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻസ് വരിക അല്ലെ? ജോഗ്രഫിയിൽ നിന്നും നമുക്ക് 4 മാർക്കിനാണ് എസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ നമുക്ക് നോക്കാം ഏതൊക്കെയായിരിക്കാം അല്ലെ ഈ ഒരു പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള എസ്സേ ക്വസ്റ്റ്യൻസ്. അതിനു മുന്നേ നമ്മുടെ എജുപോർട്ടിന്റെ CUT ഓൺലൈൻ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ CUT പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കാൻ ഇത് വളരെ ഉത്തമമായിരിക്കും. ഓക്കെ, അപ്പോൾ 5999 ഈടാക്കുന്നത്. ദെൻ വളരെ ചുരുങ്ങിയ സമയങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, ഏപ്രിൽ എക്സാം ഒക്കെ വരാൻ പോവാണ്. ഏപ്രിൽ അല്ല മെയ്യില്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് എജുപോർട്ടിലെ ഹ്യൂമാനിറ്റീസ് തന്നെ ബെസ്റ്റ് ഫാക്കൽറ്റീസിന്റെ കൂടെ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് നിങ്ങൾക്ക് അതിൽ CUT പ്രിപ്പയർ ചെയ്യാം. അപ്പൊ സെറ്റ് ആണല്ലോ, ഓക്കെ ആണല്ലോ? അപ്പൊ ജോയിൻ ചെയ്യാം. ആൻഡ് നമ്മൾ പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പോവുകയാണ്. യെസ്, ഫസ്റ്റ് ടോപ്പിക് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ വിത്ത് ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു ലെങ്തി വീഡിയോ ആയിരിക്കാം. ഓക്കെ, അപ്പൊ റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. വ്യവസായങ്ങളുടെ സ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, ഒരു എസ്സേ ടോപ്പിക്കാണ് വരാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് സ്ഥാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അറിയാലോ. നമ്മൾ പല എക്സാമുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് വൺ ഈസ് ആക്സസ് ടു മാർക്കറ്റ്, കമ്പോള സാമീപ്യം. ആക്സസ് ടു റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. ഗവൺമെന്റ് പോളിസി, ഗവൺമെന്റ് നയം. അവൈലബിലിറ്റി ഓഫ് ലേബർ, തൊഴിലാളികളുടെ ലഭ്യത. എനർജി അവൈലബിലിറ്റി, ഊർജ ലഭ്യത. അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ ലഭ്യത. അപ്പൊ ഇത് മാത്രം എഴുതി നമുക്ക് 4 മാർക്ക് കിട്ടില്ല. ഇത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ എഴുതണം. അപ്പൊ നമ്മുടെ വരാൻ പോകുന്ന ലൈവുകളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക് ആണ് ദ മേജർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് conventional energy resources and non conventional energy resources. ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, 2 ടോപ്പിക് വരുന്നുണ്ട്. ചിലപ്പോൾ എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണാവും ചോദിക്കുക. ഒന്നെങ്കിൽ കോൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ കോൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആവും ചോദിക്കുക. then ഇവിടെ നമ്മൾ അതിന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ചോദിക്കണം എന്നില്ല. എങ്ങനെയാവാം, എന്താണ് കോൺവെൻഷണൽ എനർജി റിസോഴ്സസ്? ഓക്കെ, പുനരുൽപാദന ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ്, അതിനൊരു കുറിപ്പ് നോട്ട് തയ്യാറാക്കാനോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ടോപ്പിക് ശ്രദ്ധിക്കുക. പരമ്പരാഗത ഊർജ സ്രോതസ്സുകളുടെയും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെയും പ്രധാന ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം. then first one is advantages ആണ് conventional energy resources അല്ലെ. നമുക്ക് എന്താണ്, പുനരുൽപാദിപ്പിക്കാൻ പറ്റുന്നവയാണ്. then they provide a continuous and reliable supply of energy. സ്ഥിരമാണ്, വിശ്വസനീയമായിട്ടുള്ള ഊർജ വിതരണം നൽകുന്നുണ്ട്. they have well developed technology and infrastructure. സാങ്കേതികതയും അടിസ്ഥാന സൗകര്യങ്ങളും അത് വികസിക്കുന്നുണ്ട്. വ്യവസായങ്ങൾക്കും ഗതാഗതത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ പിന്തുണ നൽകുന്നുണ്ട്. മാത്രമല്ല ഉപയോഗിക്കാനും ലഭിക്കാനും എളുപ്പമാണ്. ഇനി നമുക്ക് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം, അതിന്റെ ഡിമെറിറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ്? ഇനീഷ്യൽ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഈസ് ഹൈ. എന്താണ്,
നമ്മൾ ഈ സോളാർ പാനൽ അല്ലെങ്കിൽ വിൻഡ് മില്ലൊക്കെ സ്ഥാപിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിന് ഇനീഷ്യലി എന്താ നല്ല പൈസ കൂടുതലായിരിക്കും അല്ലെ. ഇപ്പൊ ഈ സോളാർ പാനൽ വീട്ടിലുള്ളവർക്ക് അറിയായിരിക്കും അതിന്റെ ബാറ്ററിക്കൊക്കെ നല്ല ചാർജ് കൂടുതലാണ്. അപ്പൊ പ്രാരംഭത്തിൽ ചെലവ് കൂടുതൽ ആണ് എന്നുണ്ടെങ്കിലും അല്ലെ പിന്നെ അങ്ങോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സൂര്യപ്രകാശം കാറ്റ് വഴി നമുക്ക് വൈദ്യുതി ലഭിക്കുന്നുണ്ട്. സാങ്കേതിക പരിജ്ഞാനം ഇവിടെ അത്യാവശ്യമാണ്. ടെക്നോളജിക്കലി മെയിൻറ്റെയിൻസ് ഇതിന് അത്യാവശ്യമാണ്. ചിലപ്പോൾ നമുക്ക് ഇടവിട്ട് മാത്രമേ ഊർജം ലഭിക്കൂ. നല്ല മഴ ഉള്ള സമയം അല്ലെങ്കിൽ വെയിലില്ലാത്ത കാറ്റില്ലാത്ത സമയങ്ങളൊക്കെ ആണെങ്കിലോ ഊർജം ലഭിക്കുന്നതിൽ ആ ഒരു അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത് നോൺ കോൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആണ്. പുനരുൽപാദിപ്പിക്കാൻ പറ്റാത്ത അല്ലെ എനർജികളാണ്. ഇവിടെ ദേ ആർ റിന്യൂവബിൾ ആൻഡ് വിൽ നോട്ട് എക്സ്ചേഞ്ച്ഡ്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. യെസ്, ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇത് ശ്രദ്ധിക്കാം. പുനരുൽപാദിപ്പിക്കാൻ പറ്റാത്തത് നമ്മള് കിട്ടാന് കുറച്ചൊക്കെ എന്താണ് ഈസി ആണ്. നമുക്കറിയാം പെട്രോൾ ആണെങ്കിലും കൽക്കരി ആണെങ്കിലും അതിന്റെ ഉപയോഗം വളരെ വലുതാണ്. ദെൻ അത് പുതുക്കാൻ പറ്റാത്തതാണ് അല്ലെ, പുതുക്കാൻ പറ്റാത്തതാണ്. പക്ഷെ പെട്ടെന്ന് ക്ഷയിച്ചു പോയി. ഒരു വട്ടം നമ്മളത് ഉപയോഗിച്ചാല് പിന്നെ അവിടെ ഈ പെട്രോളും കൽക്കരിയൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്താണ് അത്ര കുറേ കാലം കുറേ വർഷം അതിന് എടുക്കും. ദെൻ നല്ല രീതിയിൽ മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത്ര എക്കോ ഫ്രണ്ട്ലി അല്ല. ഓക്കെ, ഇപ്പൊ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ അറിയാലോ. യെസ്, ഇനി നമുക്കതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. They are non-renewable and will eventually get exchanged. പുതുക്കാനാവാത്തതിനാൽ ഭാവിയിൽ ക്ഷാമം വരാനുള്ള സാധ്യത ഉണ്ട്. വായു മലിനീകരണം, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഖനനം അല്ലെ ഡ്രില്ലൊക്കെ ചെയ്യുമ്പോൾ അത് പ്രകൃതിക്ക് ഭൂമിയെ നശിപ്പിക്കുന്നതിന് അത് കാരണമാകുന്നുണ്ട്. വിലയിലുള്ള വ്യത്യാസം ഊർജ സുരക്ഷാ പ്രശ്നങ്ങളും അത് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക് ആണ്. ഓക്കെ, എന്തായാലും മക്കളെ എസ്സേ ചോദിച്ചിരിക്കും എക്സാമിന്. ഇവിടെ 3 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണാവും ചോദിക്കുക. Then discuss the various geographical, economical, socio-cultural factors that influence the distribution of population. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന വിവിധ ഭൂമിശാസ്ത്രവും സാമ്പത്തികപരവും സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ ചർച്ച ചെയ്യുക. ഒന്നെങ്കിൽ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് മാത്രമാവും ചോദിക്കുക, അല്ലെങ്കിൽ ഇക്കോണമിക്കൽ ഫാക്ടേഴ്സ് ആവും ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഇത് 3 നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കണം. ഓക്കെ, ഒന്നും കൂടെ ചാൻസ് കൂടുതൽ നമ്മുടെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ചോദിക്കാനാണ്. അപ്പൊ എന്ത് ചെയ്യുക, 4 മാർക്ക് അവിടെ ചുമ്മാ കളയരുത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ അല്ലെ, വെള്ളത്തിന്റെ ലഭ്യത. ഇവിടെ ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ദ most important factors for life. So people prefer to live in area where fresh water is easily available. അല്ലെ, അപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ മനുഷ്യന് അത്യാവശ്യപരമായിട്ടുള്ളൊരു ഘടകമാണ് വെള്ളം. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അല്ലെ, ഒരു ബേസിക് നീഡും കൂടെയാണ് വെള്ളം. മാത്രമല്ല വെള്ളം കുടിക്കാനാലും കുളിക്കാനാലും അല്ലെ, ഇപ്പോ വീട്ടുകാര്യങ്ങൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും അല്ലെ എന്തിനും അല്ലെ, കൃഷി നനക്കാൻ വേണം, നമുക്ക് എന്ത് വേണം, വെള്ളം വേണം. അപ്പൊ വെള്ളമില്ലാത്തൊരു സ്ഥലം ജനങ്ങളെ സ്വാധീനിക്കോ? വളരെ കുറവാണ്. മാക്സിമം ആളുകൾ വെള്ളമുള്ള സ്ഥലത്ത് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുക. മറ്റൊന്ന് ലാൻഡ് ഫോംസ് ആണ്, ഭൂരൂപങ്ങളാണ് അല്ലെ. നമ്മൾ ഈ ലാൻഡ് ഫോം എന്ന് പറയുമ്പോൾ പരന്ന സമതലങ്ങളിൽ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള സ്ലോപ്പ് ഏരിയാസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഈ കുന്നിൻ ചെരിവുകള്, മല അല്ലെ, മലന്റെ മണ്ടയില് ഒക്കെ താമസിക്കാൻ ആളുകൾ എന്താവും അത്ര ഇഷ്ടപ്പെടില്ല. കാരണം ഒന്നും കൂടെ ഫെസിലിറ്റീസ് അവൈലബിൾ എവിടെയായിരിക്കും,
താഴ്ന്ന സമതല പ്രദേശങ്ങളിലായിരിക്കും ഉണ്ടാവുക. അതും ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. മറ്റൊന്ന് ക്ലൈമറ്റ് ആണ്, കാലാവസ്ഥയാണ്. ഓക്കെ, അപ്പൊ വളരെ ചൂടുള്ളതോ തണുത്തതോ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ ഇഷ്ടപ്പെടൽ വളരെ കുറവായിരിക്കും. അല്ലെ, നല്ല മഴ എപ്പോഴും മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ചൂസ് ചെയ്യൽ കുറവായിരിക്കും. പക്ഷെ മിതമായിട്ടുള്ള ഒരു കാലാവസ്ഥ, അല്ലെ, ചെറിയ തണുപ്പ്, കുറച്ച് മഴ, കുറച്ച് ചൂട്, അല്ലെ, അങ്ങനത്തെ ഒരു മിതമായ ക്ലൈമറ്റ് ആണ് എപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുക. അപ്പൊ ക്ലൈമറ്റും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. മറ്റൊരു ഘടകമാണ് സോയിൽ, മണ്ണ്. അല്ലെ, നല്ല മണ്ണ് എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സോയില്, അല്ലെ, നിങ്ങൾ വളക്കൂറുള്ള മണ്ണ് ഉണ്ടെങ്കിൽ അവിടെ കൃഷി ഇറക്കാൻ പറ്റുള്ളൂ. കൃഷി ഉണ്ടെങ്കിൽ അവിടെ ചുറ്റുഭാഗങ്ങളിലും എന്ത് ഉയർന്നു വരുള്ളൂ? സെറ്റിൽമെന്റ് അല്ലെങ്കിൽ അധിവാസ കേന്ദ്രങ്ങൾ ഉയർന്നു വരികയുള്ളൂ. മണ്ണും ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ ഇത് വെള്ളം, അതുപോലെ തന്നെ എന്താണ്, കാലാവസ്ഥ, ലാൻഡ് ഫോംസ്, ഭൂപ്രകൃതി, മണ്ണ്, ഈ 4 ഘടകങ്ങളുമാണ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് വരുന്നത്. പഠിച്ചു വെക്കുക. അടുത്ത ഇക്കോണമിക് ഫാക്ടേഴ്സ് ആണ്, സാമ്പത്തിക ഘടകങ്ങളാണ്. അല്ലെ, ഇവിടെ ഒന്ന് മിനറൽസ് ആണ്. അപ്പൊ ഈ നല്ല ധാതുക്കളുള്ള സ്ഥലങ്ങളെ നല്ല രീതിയിൽ ആളുകളെ ആകർഷിക്കാറുണ്ട്, പ്രത്യേകിച്ചും വ്യവസായങ്ങളെ ആകർഷിക്കാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് തൊഴിലവസരങ്ങളും ഉണ്ടാകാറുണ്ട്. ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ, അല്ലെ, വ്യവസായവൽക്കരണം ഒരുപാട് തൊഴിലാളികൾക്ക് ജോലി നൽകുന്നുണ്ട്. മാത്രമല്ല വ്യവസായശാലകൾക്ക് ചുറ്റും ഒരുപാട് അധിവാസ കേന്ദ്രങ്ങൾ, അല്ലെ, ഉയർന്നു വരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ബീഹാർ, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ജനസാന്ദ്രത കൂടുവാനുള്ള മെയിൻ റീസൺ എന്താണ്? അവിടുത്തെ വ്യവസായശാലകളാണ്. ഓക്കെ, അത് ആളുകളെ ആകർഷിക്കുന്നത് കൊണ്ടാണ്. മറ്റൊന്ന് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആണ്. അല്ലെ, ഈ ഇൻഡസ്ട്രികളാണെങ്കിലും ഫാക്ടറി ആണെങ്കിലും എന്ത് നിർബന്ധമാണ്? റോഡ് ഗതാഗതം അത്യാവശ്യ ഘടകമാണ്. അപ്പൊ ഗതാഗത സൗകര്യങ്ങൾ ഉള്ള പ്രദേശങ്ങളെ ജനസംഖ്യ കൂടാനും ആളുകളെ കൂടുതൽ ആകർഷിക്കുന്ന പ്രദേശങ്ങളാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഗംഗാ സമതല പ്രദേശങ്ങൾ ഗതാഗത സൗകര്യം ഇല്ലാത്ത കുന്നിൻ ചെരുവുകളൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുക ഏതായിരിക്കും? ഗതാഗത സൗകര്യങ്ങളുള്ള ഗംഗാ സമതലങ്ങളായിരിക്കാം. ഓക്കെ, അടുത്തത് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്, സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങളാണ്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഒട്ടുമിക്ക ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ സാംസ്കാരികപരമായി അല്ലെങ്കിൽ മതപരമായിട്ട്, അല്ലെ, നല്ല അട്രാക്ഷൻ ഉള്ള പ്രദേശങ്ങളായിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രം, അല്ലെ, നമ്മൾ രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് അട്രാക്ഷൻ ഉള്ളതാണ്. അതുപോലെ കോഴിക്കോട്, അല്ലെ, കാലിക്കറ്റും സാംസ്കാരികപരമായിട്ട് അട്രാക്ഷൻ ഉള്ള ഏരിയാസ് ആണ്. അപ്പൊ അത്തരം പ്രദേശങ്ങൾ ഒക്കെ എന്താ, ഇപ്പോ നമ്മുടെ വിജയനഗര ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് ടെമ്പിൾസ് ഒക്കെ വരുന്ന പ്രദേശങ്ങള്, അതേപോലെ തന്നെ ബനാറസ്, കാശി പോലെയുള്ള ദെൻ അതൊക്കെ നമുക്ക് എന്താണ്, മതപരമായിട്ട് ഒരുപാട് ആകർഷിക്കുന്ന പ്രദേശങ്ങളാണ്. ദെൻ സാംസ്കാരികമായിട്ട് പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലും ആളുകൾ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ പല എക്സാമ്പിളും നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതി കൊടുക്കാം. അതൊരു ഇമ്പോർട്ടന്റ് എസ്സേ ടോപ്പിക് ആണ്. നെക്സ്റ്റ് ഒരു എസ്സേ ടോപ്പിക് ആണ്, എപ്പോഴും നമ്മൾ എല്ലാ എക്സാം എഴുതുമ്പോഴും, ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും മോഡൽ ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചൊരു ടോപ്പിക് ആണ് ദ 4 pillars ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഒരു എസ്സേ ടോപ്പിക് ആണ്, ഷുവർ ആയിട്ടും നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കും. ഓക്കെ, മാനവ വികസനത്തിന്റെ 4 തൂണുകൾ ഏതൊക്കെയാണ് അറിയാലോ? സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇത് ഞാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇക്വിറ്റി, സബ്സ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപവർമെന്റ്. തുല്യത, സുസ്ഥിരത, ഉൽപാദനക്ഷമത, ശാക്തീകരണം. ഇത് 4ഉം പഠിച്ചു വെക്കുക. നമ്മൾ 4ഉം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട
കാര്യങ്ങൾ. ഇക്വിറ്റി അറിയാലോ എന്താണ്? വിഭവങ്ങളാണെങ്കിലും അവകാശങ്ങളാണെങ്കിലും അവസരങ്ങളാണെങ്കിലും ഒരാളുടെ ജാതി, മത, വർഗ, ലിംഗം ഒന്നും നോക്കാതെ അല്ലെ തുല്യമായിട്ട് വിതരണം ചെയ്യുന്നത് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നു. എന്നാൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾക്ക് ഒരു സമയത്ത് അവസരങ്ങൾ ലഭിച്ചു, അതിലൊരു കണ്ടിന്യൂണിറ്റി ഉണ്ടാവണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മള് ഒരു മനുഷ്യ വികസനം ഉണ്ടാവണമെങ്കിൽ ഓരോ തലമുറയ്ക്കും അവന് അവകാശപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ഒരു തലമുറയ്ക്ക് അവസരങ്ങൾ കൂടുതൽ കൊടുത്തു. അപ്പൊ കൂടുതൽ കൊടുക്കുമ്പോ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് അത്ര അളവിൽ കിട്ടണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കണ്ടിന്യൂണിറ്റി ഉണ്ടാവും അല്ലെ, ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ഒരു കണ്ടിന്യൂറ്റി, സസ്റ്റൈനബിൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റൊന്ന് പ്രൊഡക്ടിവിറ്റി ആണ് അല്ലെ. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു മെയിൻ സമ്പത്ത് അല്ലെ, രാജ്യത്തിന്റെ ഒരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ കൃഷിയോ ഫാക്ടറിയോ ഒക്കെ ആണോ? അല്ല, ഇവിടുത്തെ ജനങ്ങളാണ്, ഇവിടുത്തെ ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആളുകൾ ഒരു പ്രൊഡക്റ്റീവ് അല്ല, ഒരു കഴിവുമില്ല, വളരെ ക്ഷീണിതരാണ്, ആരോഗ്യപരമായിട്ട് വളരെ മോശമാണ്, എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. പ്രൊഡക്റ്റീവ് ആയിരിക്കണം, സ്കില്ലഡ് ആയിരിക്കണം, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. അത്തരം കാപ്പബിലിറ്റി ഉള്ള ഒരു തലമുറ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് ഹ്യൂമൻ വർക്കുമായി അവന്റെ അധ്വാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ്. മറ്റൊന്ന് എംപവർമെന്റ് ആണ്, ശാക്തീകരണമാണ് അല്ലെ. അപ്പൊ നമുക്കൊരു ചോയ്സസ്, തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു ശക്തി ഉണ്ടാവുക എന്നതാണ് നമ്മൾ ശാക്തീകരണം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗം പഠിച്ചു വെക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്, ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സാമിന് എസ്സേ ചോദിക്കും, ഷുവർ ആണ്. The 4 different phases of population growth in India. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയുടെ 4 വിവിധ ഘട്ടങ്ങൾ കണ്ടെത്തി എഴുതുക. അറിയാലോ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഫേസ് 1 ഏതാണ്? 1901 to 1921. Phase 2 1921 to 1951. Phase 3 1951 to 1981. Phase 4 1981 to 2001. പഠിച്ചു വെക്ക, ഇയർ മസ്റ്റ് ആണ്. ഓക്കെ, ഇയർ മസ്റ്റ് ആണ്. ഈ ഇയർ നിങ്ങൾ ഈ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾ ഈ ഫേസ് ഇതിൽ 2 അല്ലെങ്കിൽ 1 ആവും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാ. ഓക്കെ, 4 ചെയ്യാൻ പറയൽ കുറവായിരിക്കാം, ചിലപ്പോൾ വരാട്ടോ, സംഭവിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 1 ആയിരിക്കാം. ഏതാണെങ്കിലും ആ ഇയർ അവിടെ ഉണ്ടെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് 4 കിട്ടും. അപ്പോ ഫേസ് 1 അറിയാലോ അല്ലെ, ജനസംഖ്യ വളരെ കുറവുള്ള ഒരു ഘട്ടമായിരുന്നു, ജനനനിരക്കും മരണനിരക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു അല്ലെ. വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റോ വികസനം ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. രണ്ടാം ഘട്ടമായപ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു ആരോഗ്യപരമായ മേഖലയിൽ ഒന്നും കൂടെ മെച്ചമുണ്ടാവുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ആളുകളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട്. ദെൻ മരണനിരക്ക് കുറയുകയും ജനസംഖ്യാ നിരക്ക് കൂടുകയും ചെയ്ത ഒരു ഘട്ടമായിരുന്നു മൂന്നാം ഘട്ടം അല്ലെ. 1951-81 കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ജനസംഖ്യ വിസ്ഫോടനത്തിന്റെ ഒരു ഘട്ടമായിരുന്നു. ദെൻ അപ്പോൾ മാത്രമല്ല നമുക്കിവിടെ മരണനിരക്ക് അതിവേഗത്തിൽ കുറയുകയും ജനനിരക്ക് കുത്തനെ ഉയരുകയും ചെയ്ത ഒരു ഘട്ടമായിരുന്നു. ദെൻ ഫേസ് 4 നാലാം ഘട്ടം 1981 മുതൽ 2001 വരെയാണ്. ദെൻ ജനസംഖ്യ വളർച്ചാ നിരക്ക് ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലെ. അതുവരെ നല്ല ഉയർച്ചയിലാണെങ്കിൽ പിന്നീട് ജനസംഖ്യ വളർച്ചയിൽ കാര്യമായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി, കുറയാൻ തുടങ്ങി. മെയിൻ റീസൺ എന്തായിരുന്നു? യെസ്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചത്, അതുപോലെ തന്നെ അവർക്ക് എന്താ പറയാ മാരേജ് അല്ലെ, കല്യാണത്തിന്റെ പ്രായം ഉയർത്തിയതും സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഒക്കെ അതിനൊരു പ്രധാന കാരണമായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഭാഗം പഠിച്ചു വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
അടുത്തൊരു എസ്സേ ടോപ്പിക്കാണ്. എസ്സേ ചോദിച്ചില്ലെങ്കിൽ 3 മാർക്കിനെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ വിശദീകരിക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് അറിയാലോ. ഫസ്റ്റ് വൺ ഈസ് ഡിപ്പെൻഡൻസ് ഓൺ മൺസൂൺ. അല്ലെ, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക കൃഷിയിടങ്ങളിൽ ഒരു 100ൽ ഒരു 16% എന്തിനെ ആശ്രയിച്ചാ നിലനിൽക്കുന്നത്? മഴയെ ആശ്രയിച്ചാണ് അല്ലെ. ബാക്കി വരുന്ന 14 അല്ലെങ്കിൽ 30% മാത്രമാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ബാക്കി ഒട്ടുമിക്ക കർഷകരും എന്താണ്? മഴയെ ആശ്രയിച്ചാണ്. ഈ മഴ വരേണ്ട സമയത്ത് വരാതെ അല്ലെങ്കിൽ മഴ നേരത്തെ വരികയോ അല്ലെങ്കിൽ വൈകി വരികയോ ചെയ്താൽ കൃഷിയെ നെഗറ്റീവായിട്ട് ബാധിക്കും. മറ്റൊന്ന് ലോ പ്രൊഡക്ടിവിറ്റി ആണ്. ഇപ്പൊ കർഷകരാണെങ്കിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ടൂൾസ് ആവും ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ പഴയ പരമ്പരാഗത വിത്തിനങ്ങളാവും ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, വളങ്ങളുടെ കേസാണെങ്കിലും ട്രഡീഷണൽ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം വിളകൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് എന്തിന് കാരണമാകാം? ആ വിളവ് ലഭിക്കുന്ന എമൗണ്ട്, അളവിൽ കുറവുണ്ടാവാൻ അത് കാരണമാകും. മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലെ വിളകളുമായിട്ട് അല്ലെ ആ ഒരു ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒത്തുപോവാൻ കഴിയാതെയും വരാറുണ്ട്. മറ്റൊന്ന് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഇൻഡെപ്റ്റൻസ് ആണ് അല്ലെ. സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതയുമാണ്. അപ്പൊ ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് HYV സീഡ്സുകള്, അതുപോലെ രാസവളങ്ങള്, കീടനാശിനികള്, ഒരുപാട് മോഡേൺ ടെക്നോളജി മെഷീൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരം വിളകൾ ഒക്കെ HYV സീഡ്സ് എന്ന് പറയുമ്പോൾ നല്ല വെള്ളം കുടിക്കുന്ന വിത്തുകളാണ്. മാത്രമല്ല അത് നമ്മൾ നട്ടാൽ നമുക്ക് നല്ല ഇരട്ടി വിളവ് ലഭിക്കുന്ന വിത്തുകളാണ്. അപ്പൊ അത്തരം വിളകൾ വാങ്ങിക്കാനും വളങ്ങൾ വാങ്ങിക്കാനും മെഷീൻസ് ഒക്കെ വാങ്ങിക്കാൻ നല്ല മൂലധനം അല്ലെ, നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ്, നല്ല പണം ആവശ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പാവപ്പെട്ട കർഷകർക്ക് അത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ പ്രയാസമാണ്. ഓക്കെ, ചില സമയങ്ങളിൽ അവർ ഏതെങ്കിലും ഫിനാൻഷ്യൽ വിഭാഗം അല്ലെ അവിടെ കടം വാങ്ങിക്കുക ഒക്കെ ചെയ്താവും കൃഷി ഇറക്കുന്നുണ്ടാവുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ മൺസൂൺ മഴ ചതിക്കുകയാണെങ്കിൽ then അവർ വിചാരിച്ച പോലെ വെള്ളം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വിളവ് ലഭിച്ചില്ലെങ്കിലും കർഷകന് ആ ഒരു കടബാധ്യത അവന്റെ തലയിലാവുകയും ആ കടം അടക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളും എന്താണ് ഇന്ത്യൻ കർഷകർ നേരിടുന്ന വലിയ പ്രശ്നം തന്നെയാണ് അല്ലെ. നമ്മൾ ഈ പേപ്പറിൽ വായിക്കും, ഈ കർഷക ആത്മഹത്യകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലൈവുകളിൽ ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു എസ്സേ ടോപ്പിക് ആണ് ദ ഇൻഡസ്ട്രീസ് ദാറ്റ് ഓപ്പറേറ്റഡ് ബൈ ഓൺ റോ മെറ്റീരിയൽസ്. അസംസ്കൃത വസ്തുക്കളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ റോ മെറ്റീരിയൽസിന്റെ ബേസിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രികൾ അറിയാലോ. അഗ്രോ ബേസ്ഡ്, മിനറൽ ബേസ്ഡ് അല്ലെ. ഏതൊക്കെയാണ്? ഈ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ രാസാധിഷ്ഠിത വ്യവസായങ്ങള്, ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ആനിമൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഇതും പ്രധാനപ്പെട്ടതാണ്. ലൊക്കേഷനും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അറിയാലോ, സെക്കൻഡറി ആക്ടിവിറ്റി എന്നുള്ള ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കല് മസ്റ്റ് ആണ്. ഓക്കെ, നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നെങ്കിൽ എസ്സേ ആയിട്ട് ഇതാവും ചോദിക്കുക, അല്ലെങ്കിൽ അതാവും ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈവില് ഡിസ്കസ് ചെയ്യും. അടുത്ത, വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്വീനറി ആൻഡ് ക്വാട്ടേണറി ആക്ടിവിറ്റീസ്? ചതുഷ്ടയ പഞ്ചമ മേഖലയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ കൂടുതലായിട്ടും IT ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും. മാത്രമല്ല ചിലപ്പോൾ 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാം. 4 മാർക്കിന് കണ്ടില്ലെങ്കിൽ 3 മാർക്കിലെങ്കിലും ഉണ്ടാകും. അപ്പോൾ ക്വീനറി ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയാലോ.
വിവര ഗവേഷണം, അറിവ് അല്ലെ പ്രക്രിയ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തന മേഖലയാണ്. ഉയർന്ന യോഗ്യത അല്ല ക്വാളിഫിക്കേഷനുള്ള തൊഴിലാളികളെയാണ് ഇവിടെ ആവശ്യം. ആധുനിക സാങ്കേതിക വിദ്യ, IT ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകളെ ആയിരിക്കും. ഗവേഷണം, കൺസൾട്ടൻസി, വിവരശേഖരണം തുടങ്ങിയ സേവനങ്ങളാണ് ഇവിടുന്ന് ലഭിക്കുക. അടുത്ത ക്വീനറി ആക്ടിവിറ്റീസ്. ഇവിടെ ഉന്നതതല നിയന്ത്രണ നയരൂപീകരണ പ്രവർത്തനങ്ങൾ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആൻഡ് പോളിസി മേക്കിംഗ് ആണ്. റെസ്പോൺസിബിൾ ഫോർ മേജർ ഡിസിഷൻസ് ദാറ്റ് എഫക്ട് സൊസൈറ്റി ആൻഡ് ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയും സമൂഹത്തെയും ബാധിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന മേഖലയാണ്. ദെൻ സേവന മേഖലയിൽ ഏറ്റവും ഒരു ഹയസ്റ്റ് ലെവൽ അല്ലെ സർവീസ് സെക്ടർ ആണ്. ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള ഉത്തരവാദിത്വവും നല്ല പ്രതിഫലവും ഒക്കെ ലഭിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് ഈ മേഖലയെ ഗോൾഡ് കോളർ, ഗോൾഡ് കോളർ, സ്വർണ്ണക്കോളർ, ഗോൾഡ് കോളർ സെക്ടർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ മക്കൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാട്ടോ. നോളജ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സിങ്, KPO വെച്ചിട്ടും ഇങ്ങനത്തെ ഒരു രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നിങ്ങൾ ക്വീനറി ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അവിടെ പോയിട്ട് കോട്ടണറി എഴുതി കൊടുക്കരുത്, ക്വീനറി എഴുതി കൊടുക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്ലാസിഫൈ ഇന്ത്യൻ സിറ്റീസ് ആൻഡ് ടൗൺ ഓൺ ദ ബേസിസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ എനി 5 അല്ലെങ്കിൽ 3, 4 അല്ലെ. ഇന്ത്യൻ നഗരങ്ങളെയും ടൗണുകളെയും പ്രത്യേക സേവനങ്ങളുടെ അടിസ്ഥാനമാക്കിയിരിക്കും ഏതെങ്കിലും 5 എണ്ണത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറയും. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺ ആൻഡ് സിറ്റീസ് ഏതൊക്കെ വരുന്നുണ്ട്? ന്യൂഡൽഹി വരുന്നുണ്ട്, ചണ്ഡീഗഡ് വരുന്നുണ്ട്, ഭോപ്പാൽ, ചെന്നൈ. ട്രാൻസ്പോർട്ട് സിറ്റീസ് കണ്ടില, കോഴിക്കോട്, കൊച്ചി, വിശാഖപട്ടണം. ഇൻഡസ്ട്രിയൽ ടൗൺസ് മുംബൈ, സേലം, കോയമ്പത്തൂർ, ജംഷഡ്പൂർ. കൊമേഴ്ഷ്യൽ സിറ്റീസ് കൊൽക്കത്ത, കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങള് ശരത്പൂർ, സാറ്റ്ന. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഓരോ സിറ്റീസുകളുടെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. ഇത്രയും ടോപ്പിക് ആണ് നമുക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ദെൻ ജോഗ്രഫി ആണ്, അറിയാലോ, പോയിന്റ് ബേസ്ഡ് എഴുതാൻ ശ്രമിക്കുക. മാക്സിമം 4 മാർക്ക് വാങ്ങിക്കണം. ദെൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാത്തവരെ ബൈ.